നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. കുടിവെള്ളം ലഭ്യമാക്കാൻ സഹിക്കാത്ത പിണറായി സർക്കാർ മദ്യം വിളമ്പാൻ അത്യുത്സാഹം കാട്ടുന്നതായി മദ്യനിരോധന സമിതി. EN സുരേഷ് ബാബു വീണ്ടും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി BJP ജില്ലാ നേതൃത്വത്തിൽ ഭിന്നത. ശ്രീകൃഷ്ണപുരത്ത് ക്ഷേത്രഭണ്ഡാരം കുത്തി തുറന്ന മോഷണം നടത്തിയയാൾ പിടിയിൽ. വാർത്തകൾ വിശദമായി. കുടിവെള്ളം ലഭ്യമാക്കാൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാർ മദ്യം വിളമ്പാൻ അത്യുത്സാഹം കാട്ടുന്നതായി മദ്യനിരോധന സമിതി. ജനങ്ങൾക്ക് ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കാൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാർ മദ്യം വിളമ്പാൻ അത്യുത്സാഹമാണ് കാട്ടുന്നതെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ കുറ്റപ്പെടുത്തി. പാലക്കാട്ട് മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മദ്യനിരോധന സമിതി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അംഗീകരിക്കുകയെന്ന് തങ്ങളുടെ മദ്യനയത്തിന്റെ ആദ്യവാചകമായി എഴുതി വയ്ക്കുകയും നിലവിലുള്ളതിൽ കൂടുതലായി ഒരു തുള്ളി മദ്യം പോലും ഞങ്ങൾ വിൽക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ആവർത്തിച്ച് പ്രസംഗിക്കുകയും ചെയ്ത LDF നേതാക്കളാണ് ഇപ്പോൾ വമ്പൻ മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായവരുടെ കമ്പനിയെ പാലക്കാട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളായിരിക്കുമെന്ന് പ്രചരണം നടത്തിയവർ 8 വർഷത്തെ ഭരണത്തിനിടെ 800-ലധികം ബാറുകൾക്കാണ് കേരളത്തിൽ പുതുതായി അനുമതി നൽകിയതെന്നും പുരുഷന്മാർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ വലിയ പങ്കും മദ്യശാലകൾ തട്ടിയെടുക്കുന്നതിനാൽ തൊഴിലാളികളുടെയും ചെറുകിട കർഷകരുടെയും കുടുംബങ്ങൾ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നും വിൻസെന്റ് മാളിയേക്കൽ പറഞ്ഞു. മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ടവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വേറെയും. നാടിനെ ലഹരി വിമുക്തമാക്കുമെന്ന് വാഗ്ദാനം നൽകിയ LDF സർക്കാർ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ലഹരി പ്രോത്സാഹകരായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പാലക്കാട്ട് പുതുതായി വമ്പൻ മദ്യനിർമ്മാണശാല അനുവദിച്ചത്. ഇന്ന് രാജ്യത്ത് വിദേശ മദ്യ ഉപഭോഗം ഏറ്റവും ഉയർന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ ആളുകൾ സ്വയം കുടിക്കുകയല്ലെന്നും നാടകം മദ്യശാലകൾ അനുവദിച്ച് പ്രലോഭിപ്പിക്കുന്ന സാഹചര്യമൊരുക്കി ജനങ്ങളെ സർക്കാർ കുടിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാഥ് കടമ്പഴിപ്പുറം, ആന്റണി പന്തല്ലൂക്കാരൻ, N വേലായുധൻ, KA സുലൈമാൻ, M അഖിലേഷ് കുമാർ, M സുലൈമാൻ, രാമകൃഷ്ണൻ തച്ചമ്പാറ, മാണി പറമ്പേത്ത്, K അബൂബക്കർ, വേലായുധൻ കൊട്ടേക്കാട്, സഫിയ ഇക്ബാൽ, KM അബ്ദുൾ ഖുദ്ദൂസ്, രാമകൃഷ്ണൻ മുണ്ടൂർ, ആബിദ് ആലത്തൂർ, റെയ്മണ്ട് ആന്റണി, ഡോക്ടർ റസാഖ് എന്നിവർ സംസാരിച്ചു. EN സുരേഷ് ബാബു വീണ്ടും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. ചിറ്റൂർ തത്തമംഗലത്ത് നടന്ന CPIM പാലക്കാട് ജില്ലാ സമ്മേളനം EN സുരേഷ് ബാബു സെക്രട്ടറിയായി പുതിയ 44 അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. KS സലീഖ, P മമ്മിക്കുട്ടി MLA, A പ്രഭാകരൻ MLA, V ചെന്താമരാക്ഷൻ, VK ചന്ദ്രൻ, S അജയകുമാർ, TM ശശി, PN മോഹനൻ, TK നാരായണദാസ്, സുബൈദ ഇസഹക്, M ഹംസ, S കൃഷ്ണദാസ്, MR മുരളി, K നന്ദകുമാർ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA, UT രാമകൃഷ്ണൻ, KC റിയാസുദ്ദീൻ, PM ആർ ഷോ, CP ബാബു, PA ഗോകുൽദാസ്, CR സജീവ്, TK നൌഷാദ്, S സുഭാഷ് ചന്ദ്രബോസ്, നിതിൻ കണിച്ചേരി, K ബിനിമോൾ, R ശിവപ്രകാശ്, K പ്രേമൻ, K ബാബു MLA, അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA, KD പ്രസേനൻ MLA, V പൊന്നുകുട്ടൻ, KN സുകുമാരൻ, CK ചാമുണ്ണി, PP സുമോദ്, T ഗോപാലകൃഷ്ണൻ, T കണ്ണൻ, C ഭവദാസ്, R ജയദേവൻ, KB സുഭാഷ്, N സരിത, CP പ്രമോദ്, TK അച്യുതൻ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഇതിൽ KB സുഭാഷ്, C ഭവദാസൻ, R ജയദേവൻ, T ഗോപാലകൃഷ്ണൻ, TK അച്യുതൻ, CP പ്രമോദ്, N സരിത എന്നിവർ പുതുമുഖങ്ങളാണ്. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി BJP ജില്ലാ നേതൃത്വത്തിൽ ഭിന്നത. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി വിഷയത്തിലും BJP ജില്ലാ നേതൃത്വത്തിലെ ഭിന്നത മറനീക്കി പുറത്ത്. ജലചൂഷണമില്ലെങ്കിൽ കമ്പനി പ്രവർത്തിക്കുന്നതിൽ തെറ്റെന്താണെന്ന ചോദ്യമുയർത്തി ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ രംഗത്തെത്തി. പദ്ധതിക്കെതിരെ പ്രതിഷേധിക്കുന്നവർ വൈകിട്ട് മദ്യപിക്കാൻ പോകുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രൂവറിക്ക് അനുമതി നൽകാനുള്ള സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ BJP, മഹിളാ മോർച്ച തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കടുക്കുമ്പോഴാണ് നേതൃതലത്തിലെ പോര് BJPക്ക് വിനയാവുന്നത്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ജില്ലാ നേതൃത്വത്തിൽ ഉടലെടുത്ത ഭിന്നത കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായി കണക്കാക്കുന്ന മണ്ഡലമായ പാലക്കാട് BJPക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ശ്രീകൃഷ്ണപുരത്ത് ക്ഷേത്രഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ പിടിയിൽ.
ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയയാൾ പിടിയിലായി. ചളവറ കൈലിയാട് ഊരാൻകുഴി വീട്ടിൽ 52-കാരനായ മണികണ്ഠനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിന്റെ മുൻവശം ആൽമര ചുവട്ടിലുള്ള ഭണ്ഡാരം കുത്തി തുറന്ന് 5000 രൂപ ഇയാൾ മോഷ്ടിച്ചത്. സമീപത്തെ വീടുകളുടെ ഗേറ്റുകളുടെ പൂട്ട് തകർത്ത് തുറന്നിട്ടിരുന്നു. തൊട്ടടുത്ത കിഴക്കേക്കര വാരിയത്ത് കുടുംബക്ഷേത്രത്തിലെ ഭണ്ഡാരവും ഇയാൾ കുത്തി തുറന്നിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സമാനമായ 30ഓളം കേസുകളിൽ ഉൾപ്പെട്ട ഇയാൾ ഒരു മാസം മുമ്പാണ് കാപ്പ കേസിലെ ജയിൽ ശിക്ഷ കഴിച്ച പുറത്തിറങ്ങിയിരുന്നത്. പ്രതിയുമായി പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. യാത്രാ ദുരിതം. അമ്പലപ്പാറ തിരുണ്ടിയിൽ റോഡും പാലവും വേണമെന്ന ആവശ്യം ശക്തം. തിരുണ്ടിയിലെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ റോഡും പാലവും വേണമെന്ന ആവശ്യം ശക്തം. യാത്രാ ദുരിതത്താൽ വീർപ്പുമുട്ടുന്ന അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ തിരുണ്ടി നിവാസികളുടെ നാളിതുവരെ പൂവണിയാത്ത സ്വപ്നമായി തുടരുകയാണ് റോഡും പാലവും. ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ തിരുണ്ടിയുടെ പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന തിരുണ്ടിക്കുന്നിലും ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് യാത്രാ സൗകര്യങ്ങളുടെ അഭാവത്തിൽ ഏറെ ദുരിതമനുഭവിക്കുന്നത്. പ്രദേശത്തേക്ക് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ തിരുണ്ടി തോടിന്റെ നിലവിലെ 2 മീറ്റർ പാലം വീതി കൂട്ടി നിർമ്മിക്കുകയും 600 മീറ്റർ ദൂരത്തിലുള്ള മൺപാത ടാർ ചെയ്യുകയോ കോൺക്രീറ്റിംഗ് നടത്തുകയോ ചെയ്യണം. ഗതാഗത സൗകര്യം യാഥാർത്ഥ്യമാകുന്നതോടെ ഗ്രാമീണ മേഖലകളായ മലമുക്ക്, അനങ്ങന്മലയുടെ താഴ്വാരം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങൾ എത്താനാവും. വാഹന സൗകര്യമില്ലാത്തതിന്റെ ദുരിതം ഏറെയും അനുഭവപ്പെടുന്നത് രോഗവും മരണവും വരുന്ന ഘട്ടങ്ങളിലാണ്. മരിച്ചവരെയും രോഗികളെയും വയോധികരെയും ഒറ്റപ്പാലം അമ്പലപ്പാറ പാതയിൽ എത്തിക്കുന്നതിന് തോളിലേറ്റുകയോ കസേരയിൽ ഇരുത്തി ചുമക്കുകയോ വേണം. തോടിന് കുറുകെയുള്ള നടപ്പാലം കടന്നു വേണം ഇത്തരം യാത്രകൾ ലക്ഷ്യത്തിലെത്താൻ എന്നത് ദുരിതം ഇരട്ടിപ്പിക്കുന്നു. തലമുറകൾ പിന്നിട്ട ദുരിതമായതിനാൽ പ്രദേശത്തെ താമസം മനമെടുത്ത് ഉപേക്ഷിച്ചവരുമുണ്ട്. ഏറ്റവും ഒടുവിൽ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് റോഡും പാലവും നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പാറ UDF പഞ്ചായത്ത് കമ്മിറ്റി VK ശ്രീകണ്ഠൻ MPയെ സമീപിച്ചിരിക്കുകയാണ്. നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായ പ്രദേശമാണ് തിരുണ്ടി. കിളിച്ചുണ്ടൻ മാമ്പഴം, മനസ്സിനക്കരെ, ബോഡിഗാർഡ്, വടക്കംനാഥൻ, മിഴിരണ്ടിലും, ഗമനം തുടങ്ങി നിരവധി സിനിമകളിലും പല ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അനങ്ങന്മലയിൽ നിന്നും പാറക്കൂട്ടങ്ങളിലൂടെ ഒഴുകിവരുന്ന തിരുണ്ടി തോട് ഉൾപ്പെടെയുള്ള ഗ്രാമീണ ഭംഗി ഏറെ ദൃശ്യചാരുത പകർന്നിട്ടുണ്ട്. കഞ്ചിക്കോട് മദ്യനിർമ്മാണ യൂണിറ്റ് അനുവദിക്കില്ലെന്ന് വെൽഫെയർ പാർട്ടി. കഞ്ചിക്കോട് മദ്യനിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന് അതിരൂക്ഷമായ ജലദൗർലഭ്യം അനുഭവിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മദ്യനിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്നും ശക്തമായി പ്രതിരോധിക്കുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി പറഞ്ഞു. കഞ്ചിക്കോട് മദ്യനിർമ്മാണ യൂണിറ്റിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റസാഖ് പലേരി. ലോക ശ്രദ്ധയാകർഷിച്ച പ്ലാച്ചിമട കോളവിരുദ്ധ സമരം നടന്ന പ്രദേശത്തിന്റെ പരിസരത്ത് തന്നെ വൻതോതിൽ ജലം ആവശ്യമായി വരുന്ന മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് റസാഖ് പാലേരി അഭിപ്രായപ്പെട്ടു. ചിറ്റൂരിലെ മലബാർ ഡിസ്റ്റിലറിക്ക് ആവശ്യമായ ജലം കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അതിനേക്കാൾ കൂടുതൽ ജലം ആവശ്യമായി വരുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പരിശോധനയിൽ ഗുരുതര ജലചൂഷണം നടന്ന മേഖലയെന്ന് കണ്ടെത്തിയിടത്താണ് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയിരിക്കുന്നത്. കമ്പനി പ്രവർത്തിക്കാൻ ആവശ്യമായ 10 ലക്ഷം ലിറ്റർ വെള്ളം ജല അതോറിറ്റി കമ്പനിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പാലക്കാട് നഗരത്തിലേക്ക് ഉൾപ്പെടെ ജലവിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ മലമ്പുഴ ഡാമിൽ നിന്ന് ജലം നൽകാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ തലകുത്തി നിന്നാലും ഇവിടെ ഉണ്ടാകുകയില്ല, സമ്മതിക്കില്ല എന്നാണ്. എന്തിനാ ഇത്ര വാശി? പാർട്ടി സമ്മേളനത്തിൽ അവര് സഖാക്കള് പറയാറുണ്ട്, ഇവരുടെ മെമ്പർമാരൊന്നും മദ്യപിക്കില്ല, മദ്യപിച്ചാല് പാർട്ടി സ്ഥാനം പുത്തുന്ന മെമ്പർഷിപ്പ് പുറത്തു പോകുന്നു. CPI അല്പം നിലപാട് മാറ്റിയിട്ടുണ്ട്. അല്പമൊക്കെ കുടിക്കുക,
തെരുവിൽ ഒച്ച ഉണ്ടാക്കരുത്, മണക്കാതിരിക്കാൻ സ്പ്രേ അടിക്കണമെന്നൊക്കെയാണ് CPI അതിന്റെ രേഖ തിരുത്തിയിട്ട് പറയുന്നത്. എന്തിനാണ് CPM പാർട്ടി സഖാക്കളെ ഇറക്കി ബ്രൂവറി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഇതാണ് വെൽഫെയർ പാർട്ടി ചോദിക്കുന്ന ചോദ്യം. ആർക്കു വേണ്ടിയാണ് ഇത്ര പണിപ്പെട്ടിട്ട് MP രാജേഷ് എന്ന മന്ത്രി ഇത്ര ഗൗരവത്തിൽ ഇതുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്? ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു രാജേഷിന് പണ്ട് വലിയ പരിസ്ഥിതി ബോധമൊക്കെ ഉണ്ടായിരുന്നു. ശരിയാ, അന്ന് നമ്മളൊക്കെ രാജേഷിന്റെ കൂടെയായിരുന്നു. നമ്മളെ കൂടെ രാജേഷ് നിന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് രാജേഷിന് അല്പം പരിസ്ഥിതി ബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പിണറായി സഖാവിന്റെ തടവറയിലാണ്. ആ തടവറയിൽ നിന്ന് മദ്യമാഫിയകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന MP രാജേഷ് അവരുകളോട് പറയാനുള്ളത്, താങ്കൾ എന്ത് ശ്രമം നടത്തിയാലും പാലക്കാടിന്റെ ചുറുചുറുക്കുള്ള മക്കൾ ബ്രൂവറിയെ പൂട്ടിക്കെട്ടും എന്നാ പറയാനുള്ളത്. വരില്ല. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് മദ്യം ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് ലാഭം നേടിയെടുക്കാമെന്നതാണ് സംസ്ഥാന സർക്കാർ കണക്കുകൂട്ടുന്നത്. 600 കോടി ചിലവിൽ 500 കിലോ ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റ് നിർമ്മിക്കാനാണ് കമ്പനിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഒയാസിസ് എന്ന കമ്പനി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉൾപ്പെടുകയും പഞ്ചാബിലെ കമ്പനിയുടെ യൂണിറ്റിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടക്കുകയുമാണ് എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഈ കമ്പനിയെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നത്. കേരളത്തിന് അനുയോജ്യമായ വ്യവസായികൾ പ്രോത്സാഹിപ്പിക്കാതെ ജലചൂഷണവും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്ന മദ്യ കമ്പനിക്ക് നിർമ്മാണാനുമതി നൽകി സംസ്ഥാനത്ത് കൂടുതൽ മദ്യമൊഴുക്കി ജനങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വിനാശകരമായ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചനയെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ ജനകീയ സമരങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും റസാഖ് പലേരി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KC നാസർ അധ്യക്ഷത വഹിച്ചു. വിമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല കരിങ്ങനാട്, FITU ജില്ലാ പ്രസിഡന്റ് അസീസ് ആലത്തൂർ, ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ, പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർ M സുലൈമാൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഷരീഫ് പള്ളത്ത് നന്ദിയും പറഞ്ഞു. കളക്ടറേറ്റ് മാർച്ചിന് ഹബീബ് മൂസ, ചന്ദ്രൻ പുതുക്കോട്, റിയാസ് ഖാലിദ്, ഷാക്കിർ പുലാപ്പറ്റ, ബാബു തരൂർ, സഫിയ ഇക്ബാൽ, സൗരിദ് സുലൈമാൻ, ലുക്മാൻ ഹക്കീം, ഫൈസൽ അമ്പലപ്പാറ, AP സീനത്ത്, റസീന ആലത്തൂർ എന്നിവർ നേതൃത്വം നൽകി. മദ്യക്കമ്പനിക്ക് മലമ്പുഴ വെള്ളം വേണ്ട, എക്സൈസ് മന്ത്രിയുടെ വസതിയിലേക്ക് മഹിളാ മോർച്ച മാർച്ച്. മദ്യക്കമ്പനിക്ക് മലമ്പുഴ വെള്ളം നൽകരുത് എന്ന മുദ്രാവാക്യവുമായി മഹിളാ മോർച്ച നേതൃത്വത്തിൽ പാലക്കാട് എക്സൈസ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടന്നു. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുടങ്ങളും ഏന്തി നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷയായി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് എന്നിവർ സംസാരിച്ചു. 14-കാരിയോട് കഞ്ചാവും മയക്കുമരുന്നും വേണോ എന്ന് ചോദിച്ച യുവാവ് അറസ്റ്റിൽ. 14 വയസ്സുള്ള വിദ്യാർത്ഥിനിയോട് കഞ്ചാവും MDMAയും വേണോ എന്ന് ചോദിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി പെരുമുടിയൂർ തെക്കേപ്പുറം കുറുപ്പന്മാരിൽ 35-കാരനായ അനൂപിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിനിയുടെ അച്ഛൻ പോലീസിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. പ്രതിയെ പോലീസ് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു.
ശശീന്ദ്രന്റെയും മക്കളുടെയും കേസ് പുനരന്വേഷണവും തുടരന്വേഷണവും വിചാരണ അട്ടിമറിക്കാനെന്ന് ജോയി കൈതാരത്ത്. മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രന്റെയും മക്കളുടെയും കൊലപാതക കേസ് വിചാരണ അട്ടിമറിക്കാനായി സർക്കാർ പുനരന്വേഷണവും തുടരന്വേഷണവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയി കൈതാരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജോൺ മത്തായിയുടെ പരാതിയിന്മേൽ ഈ പുനരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞത് ചെയർമാൻ കം CMD ആയിട്ടിരിക്കുന്ന MD ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്, അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഈ അഴിമതിയും ക്രമക്കേടുകളും നടന്നിരുന്നത്. മലബാർ സിമന്റ്സിന്റെ ബൈലോയിൽ കൃത്യമായി പറയുന്നുണ്ട്, അതിന്റെ ഡയറക്ട് ബോർഡ് മെമ്പർമാർക്ക് ആർക്കെല്ലാം ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ബൈലോവിന്റെ പ്രസക്ത ഭാഗം നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഇതിവിടെ ഇല്ല എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് ആ ബൈലോ പ്രകാരമല്ല. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ഒന്നും ലാഭകരമല്ല. പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളൊന്നും കേരളത്തിൽ ലാഭകരമല്ല. ഭരിക്കുന്നവരെല്ലാം അവർക്ക് ലാഭമുണ്ടാക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇതൊരു വലിയ നിധികുംഭമായി കണ്ട് അവരുടെ കൈയിട്ട് വാരി എടുക്കുന്നതാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അഴിമതി എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണം മുതൽ മുകൾത്തൽ പരപ്പ് വരെ മൂടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. UDF ഭരണകാലത്താണ് മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് സാക്ഷികളാവേണ്ട മക്കളെയും കൊലപ്പെടുത്തുകയായിരുന്നു. കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയതോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണ തലപ്പത്തു നിന്നും മാറ്റി. പിന്നീട് കേസ് അന്വേഷിച്ചവരെല്ലാം കൊലപാതകം ആത്മഹത്യയാക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. UDF സർക്കാരിന്റെ കാലത്താണ് കൊലപാതകം നടന്നതെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് LDF സർക്കാരാണ്. അഴിമതി കേസുകളിൽ നിന്നും കൊലപാതക കേസുകളിൽ നിന്നും പ്രതികളെ രക്ഷിക്കാനായി ആഭ്യന്തര വകുപ്പിന് കീഴിൽ സർക്കാർ പുനരന്വേഷണവും തുടരന്വേഷണവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയി കൈതാരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. UDF ഭരണകാലത്താണ് മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് സാക്ഷികളാവേണ്ട മക്കളെയും കൊലപ്പെടുത്തുകയായിരുന്നു. കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയതോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണ തലപ്പത്തു നിന്നും മാറ്റി. പിന്നീട് കേസ് അന്വേഷിച്ചവരെല്ലാം കൊലപാതകം ആത്മഹത്യയാക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. UDF സർക്കാരിന്റെ കാലത്താണ് കൊലപാതകം നടന്നതെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് LDF സർക്കാരാണ്. അഴിമതി കേസുകളിൽ നിന്നും കൊലപാതക കേസുകളിൽ നിന്നും പ്രതികളെ രക്ഷിക്കാനായി ആഭ്യന്തര വകുപ്പിന് കീഴിൽ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ശശീന്ദ്രന്റെ കൊലപാതക കേസിലും മലബാർ സിമന്റ്സ് 400 കോടിയുടെ അഴിമതി കേസിലും വിചാരണ നടത്തണമെന്ന കോടതി നിർദ്ദേശം പാലിക്കാതിരിക്കാനും പ്രതികളെ രക്ഷിക്കാനുമാണ് തുടരന്വേഷണവും പുനരന്വേഷണവുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. മലബാർ സിമന്റ് കമ്പനിയിൽ 400 കോടിയുടെ അഴിമതി നടന്നതിന്റെ രേഖകളും തെളിവുകളും കൈവശമുള്ളതുകൊണ്ടാണ് ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കേസിൽ സാക്ഷികളാവേണ്ട മക്കളും പിന്നീട് ഭാര്യയും ഉൾപ്പെടെ മറ്റൊരു ചിലരും കൊല്ലപ്പെട്ടു. 13 വർഷമായി നടക്കുന്ന കേസിലെ പ്രതികളായ VM രാധാകൃഷ്ണനെയും IAS ഉദ്യോഗസ്ഥരെയും രക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് ജോയി കൈതാരത്ത് ആരോപിച്ചു. എന്നാൽ കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ സനൽ കുമാർ പറഞ്ഞു. മനുഷ്യാവകാശ പ്രവർത്തകരായ വിളയോടി വേണുഗോപാൽ, ഡേവിഡ് കാഞ്ഞിരത്തിങ്കൽ, PS ദിനേശൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരണപ്പെട്ടു. കോട്ടോപ്പാടത്ത് ബൈക്കും ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. എടത്തനാട്ടുകര കൊടിയൻകുന്ന് ചക്കംതൊടി മനാഫാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിക്കായിരുന്നു അപകടം. ആനക്കട്ടി കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസുമായാണ് കൂട്ടിയിടിച്ചത്. മനാഫ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. പെൺപെരുമ പാലക്കാട് അംഗൻവാടി വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും ആദരിച്ചു. അംഗൻവാടി ഹെൽപ്പേഴ്സിനെയും വർക്കേഴ്സിനെയും ആദരിച്ചു. പാലക്കാട് ഏക്ത പ്രവാസി ചാരിറ്റബിൾ ട്രസ്റ്റും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് നടത്തുന്ന പെൺപെരുമ പദ്ധതിയുടെ ഭാഗമായിരുന്നു ആദരിക്കൽ നടത്തിയത്. പാലക്കാട് നഗരസഭ അംഗൻവാടി വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും ആദരിച്ചത്. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ അശ്വതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബേബി ടി, ICDS സൂപ്പർവൈസർ പ്രമീള, BNI ഹേമാംബിക എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സ്ത്രീ ഉന്നമനത്തിനായി എല്ലാ അംഗൻവാടിയും പെൺപെരുമ പദ്ധതിയിൽ പങ്കാളികളാകുമെന്ന് അവർ അറിയിച്ചു. പെൺപെരുമ പ്രസിഡന്റ് ഗായത്രി അധ്യക്ഷത വഹിച്ചു. വേണി ഉണ്ണി സ്വാഗതവും സൗന്ദര്യ നന്ദിയും പറഞ്ഞു. എലപ്പുള്ളി ബ്രൂവറി 25-ന് കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭമെന്ന് A. തങ്കപ്പൻ. എലപ്പുള്ളി മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുവദിക്കില്ലെന്നും സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അറിയിച്ചു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1ാം ഘട്ടം എന്ന നിലയിൽ ജനുവരി 25-ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA-യുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും A. തങ്കപ്പൻ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB സതീഷ് അധ്യക്ഷത വഹിച്ചു.
നിർവഹിച്ചു. KPCC സെക്രട്ടറി PV രാജേഷ്, DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, അനിൽ ബാലൻ, SM താഹ, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, KR ശരരാജ്, പ്രസാദ് കൊപ്പം, A സത്താർ, റഷീദ് കള്ളിക്കാട്, S ശെൽവൻ, PK രാജൻ, കലാധരൻ യാക്കര എന്നിവർ സംസാരിച്ചു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. പൂജയ്ക്കിടെ കാഞ്ഞിരക്കായ കഴിച്ച യുവാവ് അസ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെട്ടു. തൃത്തല പരതൂരിൽ തുള്ളലാചാരത്തിനിടെ കാഞ്ഞിരത്തിന്റെ കായ കഴിച്ച യുവാവ് മരണപ്പെട്ടു. വെളിച്ചപ്പാടായി തുള്ളിയ ഷാജു ആചാരത്തിന്റെ ഭാഗമായി ലഭിച്ച പഴങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന കാഞ്ഞിരക്കായ കഴിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ ശേഷം അസ്വസ്ഥത തോന്നിയ ഷൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് തൃത്താല പോലീസ് കേസെടുത്തു. അമ്പലപ്പാറയിൽ വ്യവസായ വാണിജ്യ സംരംഭക സഭ സംഘടിപ്പിച്ചു. സംരംഭക സഭ ചേർന്നു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞു. തുടർന്ന് സംരംഭകർക്ക് വ്യവസായ വകുപ്പ് നൽകുന്ന വിവിധ പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ച് വ്യവസായ വികസന ഓഫീസർ നൌഫൽ വിഷയാവതരണം നടത്തി. സംരംഭകർ നേരിടുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തു. ചടങ്ങിൽ 6 PMEGP വായ്പാ അംഗീകാര കത്ത്, 2 ഉദ്യം രജിസ്ട്രേഷൻ, 1 KSWIFT എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്ത് ED E നവീൻ റോഷ് നന്ദി പറഞ്ഞു. ചടങ്ങിൽ 58 പേർ പങ്കെടുത്തു. ഇപ്പൊ എല്ലാവർക്കും എന്ത് വേണം? ട്രാക്ടർ വേണം. അപ്പോൾ അവിടെ എന്ത് വന്നു? ഇപ്പുറത്ത് ട്രാക്ടർ നിർമ്മാണം വേണ്ടേ? വ്യവസായ മേഖലയിലേക്ക് അതിൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു പടി. അതേപോലെ തന്നെ അതിൻ്റെതായ അനുബന്ധിച്ച കൊയ്ത്ത് യന്ത്രങ്ങൾ, മറ്റു നടീൽ യന്ത്രങ്ങൾ, ഒട്ടനവധി സാധന സാമഗ്രികൾ നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കൂ. ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒപ്പം വ്യവസായ മേഖലയും മുന്നോട്ട് വരണം. അതെന്ന് മാത്രമല്ല, ഇന്ന് കുഴൽമന്നത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നെടുത്ത തുക തിരിച്ചടയ്ക്കാത്തതിന് ഇടനിലക്കാരനായ യുവാവിന് മർദ്ദനം. കുഴൽമന്നത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നെടുത്ത തുക അടയ്ക്കാത്തതിന് ഇടനിലക്കാരനായ യുവാവിന് മർദ്ദനം. സ്ഥാപന ഉടമയും സംഘവുമാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. കുഴൽമന്നം ചിതലി പഴയകളം വീട്ടിൽ 45-കാരനായ K പ്രമോദിനാണ് പരിക്കേറ്റത്. പ്രമോദിനെ കുഴൽമന്നം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഴൽമന്നത്തെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പ്രമോദ് സുഹൃത്ത് കഞ്ചിക്കോട് സ്വദേശി സന്ദീപിന് 1.5 വർഷം മുൻപ് 25,000 രൂപ വായ്പ എടുത്ത് നൽകിയിരുന്നു. ഈടായി പ്രമോദിന്റെ RC ബുക്കും സന്ദീപിന്റെ 2 ചെക്ക് ലീഫും നൽകിയിരുന്നു. പലിശ ഇനത്തിൽ കുറച്ചു തുക സന്ദീപ് നൽകിയിരുന്നു അത്രേ. 4 മാസത്തിന് മുൻപ് വായ്പ എടുത്ത സന്ദീപ് മരിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. വായ്പാ തുക സന്ദീപ് അടയ്ക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് 7-ന് സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമയും സംഘവും ഇടനിലക്കാരനായ പ്രമോദിന്റെ വീട്ടിലെത്തി ഭാര്യ അനിതയെയും മകളെയും ഭീഷണിപ്പെടുത്തുകയും വീട്ടിലുണ്ടായിരുന്ന ബൈക്ക് എടുത്തുകൊണ്ടുപോകുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ പ്രമോദ് സംഘത്തോട് ചോദ്യം ചെയ്യുകയും തടയുകയും ചെയ്തു. ആ സമയം സ്ഥാപന ഉടമ കാറുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രമോദ് കാറിന്റെ ബോണറ്റിൽ ചാടിക്കിടന്നു. ഏകദേശം 100 മീറ്ററോളം കാറ് മുന്നോട്ടെടുത്തു പോയപ്പോൾ പ്രമോദ് കാറിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. പ്രമോദിന്റെ പരാതിയെ തുടർന്ന് സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമയ്ക്കും സംഘത്തിനുമെതിരെ കുഴൽമന്നം പോലീസ് കേസെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിവെള്ളം ലഭ്യമാക്കാൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാർ മദ്യം വിളമ്പാൻ അത്യുത്സാഹം കാട്ടുന്നതായി മദ്യനിരോധന സമിതി. TN സുരേഷ് ബാബു വീണ്ടും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി BJP ജില്ലാ നേതൃത്വത്തിൽ ഭിന്നത. ശ്രീകൃഷ്ണപുരത്ത് ക്ഷേത്രഭണ്ഡാരം കുത്തി തുറന്ന മോഷണം നടത്തിയയാൾ പിടിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.